ശ്രീ മുത്തപ്പൻ തെയ്യ സങ്കല്പം. സത്തയാണ് തെയ്യം. തെയ്യത്തിനു മുന്നിൽ നനഞ്ഞ കണ്ണുകളോടെ നിൽക്കുമ്പോൾ മനസ്സ് അടയാളപ്പെടുത്തുന്ന ഭക്തർ മതജാതികാലാവസ്ഥ ഭേദമില്ലാതെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. പണ്ട് ഓരോ സമുദായവും തങ്ങളുടേതായി പരിമിതപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള നിർണായക മാറ്റം. ദൈവങ്ങളെയും ദേവന്മാരെയും സജ്ജമാക്കുക. അത്തരം ദൈവങ്ങളിൽ പ്രമുഖനാണ് ശ്രീ മുത്തപ്പൻ. കലിയുഗത്തിൽ ജനിച്ച മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും അവതാരമാണ് മുത്തപ്പൻ. മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും അവതാരമാണ് മുത്തപ്പൻ. അദ്ദേഹം ഭാഗമായിരുന്നു പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്ര. ശ്രീ മുത്തപ്പൻ തെയ്യ സങ്കല്പം, ധ്യാനം, യുവത്വം, യജ്ഞം എന്നിവയായിരുന്നു ഭക്തിയുടെ അടിസ്ഥാനങ്ങൾ. എന്നാൽ കലിയുഗത്തിന്റെ ആവിർഭാവത്തോടെ ക്ഷേത്രങ്ങളും ചിത്രങ്ങളും ഭരണഘടനകൾ ആരാധനയുടെ ഭാഗമായി. ആര്യ സംസ്കാരത്തിനു മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രതീകമായി തെയ്യത്തെ സങ്കല്പിക്കാം. വിഗ്രഹാരാധനയേക്കാൾ ഉപാസനയാണ് തെയ്യം അല്ലെങ്കിൽ കോലം ആരാധന. നമ്മുടെ മനസ്സിൽ ദൈവത്തെ സങ്കല്പിക്കുന്ന കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക ധാർമ്മികതയും. ശ്രീ മുത്തപ്പന്റെ ചരിത്രത്തിന് പഴയ ഇതിഹാസങ്ങളിലോ സ്ഥാനമില്ല. അയ്യപ്പനെപ്പോലെ മുത്തപ്പനും വേറിട്ട ദിഹ്യവും അവതാര സിദ്ധാന്തവുമുണ്ട്. പരശുരാമൻ ദ്രാവിഡരുടെ മേൽ ആര്യന്മാരുടെ ആധിപത്യത്തോടെ കേരളം സൃഷ്ടിച്ചതോടെ ക്ഷേത്രങ്ങളും സ്വത്തുക്കളും ആരാധനയ്ക്കുള്ള അവകാശം പോലും ബ്രാഹ്മണ സമൂഹം കൈക്കലാക്കി. താഴ്ന്ന ജാതിക്കാരും പിന്നാക്കക്കാരും ക്ഷേത്ര ചുമതലകളിൽ നിന്ന് പിന്തിരിപ്പിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്തു. ഫ്യൂഡൽ സമ്പ്രദായം, അടിമത്തം, തൊട്ടുകൂടായ്മ എന്നിവയുടെ ആചരണത്താൽ അധ്വാനിക്കുന്നവരുടെയും കീഴാളരുടെയും ദരിദ്രരുടെയും ജീവിതം പിരിമുറുക്കത്തിലായി. ഭഗവത്ഗീതയിലെ സംഭവാമി വരികൾ അനുസ്മരിച്ചുകൊണ്ടാണ് ശ്രീ മുത്തപ്പൻ ജനിച്ചതെന്നാണ് ഐതിഹ്യം. യുഗേ യുഗേ. നേരത്തെ സൂചിപ്പിച്ച അത്തരം അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനത്തിനായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ അയ്യങ്കര ഇല്ലത്തിലെ അയ്യങ്കര ദേവനും പാടിക്കുട്ടി അന്തരാജനും വിവാഹിതരായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിന്റെ സങ്കടത്തിലും വേദനയിലും കഴിയുകയായിരുന്നു. പതിവുപോലെ തിരുവൻകടവിലെ രാജകീയ കുളിക്കായി പാടിക്കുട്ടിയും അവളുടെ വേലക്കാരിയും പ്രവേശിക്കുന്നു. അവൾ മുങ്ങിക്കുളിച്ചില്ല. എഴുന്നേറ്റപ്പോൾ അവൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അവൾ വീണ്ടും മുക്കിയപ്പോൾ വളരെ സുന്ദരിയായ ഒരു കുഞ്ഞ് ഒരു പരന്ന കല്ലിൽ കളിക്കുന്നത് കണ്ടു. കുട്ടി ഒരു പരന്ന കല്ല് കോഴിയിൽ കളിക്കുന്നത് കണ്ടു. അവൾ വീണ്ടും മുങ്ങി. വളരെ വാത്സല്യത്തോടെയാണ് കുട്ടിയെ അയ്യങ്കര ഇല്ലത്തേക്ക് ആനയിച്ചത്. അയ്യങ്കര ഇല്ലത്ത് അയ്യങ്കര ദമ്പതികളുടെ പ്രിയങ്കരനായാണ് അദ്ദേഹം വളർന്നത്. വേദങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിക്കുകയും ആചാര്യനിയമപ്രകാരം ഉപനയനം എന്ന ആചാരാനുഷ്ഠാനം പിന്തുടർന്ന് ബ്രാഹ്മണനായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. എന്നാൽ കുട്ടി വളർന്നപ്പോൾ സൂപ്പർ ഹ്യൂമൻ പവർ കാണിക്കാൻ തുടങ്ങി. താഴ്ന്ന ജാതിക്കാരുമായി കൂട്ടുകൂടുന്നതും അവരെ ഇല്ലത്തേക്ക് ക്ഷണിക്കുന്നതും പതിവാണ്. വന്യമൃഗങ്ങളെ വേട്ടയാടി കൊള്ളയടിച്ച് ഇല്ലത്ത് കൊണ്ടുവന്ന് പാകം ചെയ്ത് ഭക്ഷിച്ചപ്പോൾ ഇല്ലത്തിന്റെ പവിത്രതയും വിശുദ്ധിയും അദ്ദേഹം തകർത്തു. വന്യമൃഗങ്ങളെ വേട്ടയാടി കൊള്ളയടിച്ചപ്പോൾ ഇല്ലത്തിന്റെ പവിത്രതയും പരിശുദ്ധിയും അവൻ തകർത്തു കളഞ്ഞത് വന്യമൃഗങ്ങളെ വേട്ടയാടി കൊള്ളയടിച്ച് ഇല്ലത്ത് കൊണ്ടുവന്ന് പാകം ചെയ്ത് തിന്നാൻ അവൻ ഉപദേശിച്ചു. കൊള്ളയടിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് പാചകം ചെയ്തു. അദ്ദേഹത്തെ ഉപദേശിക്കുകയും അയ്യങ്കര ദേവൻ ക്ഷമയുടെ നാഡിയിൽ എത്തിയപ്പോൾ അവനെ എന്നേക്കുമായി ഇല്ലത്ത് നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മുത്തപ്പൻ ചുറ്റും നോക്കിയപ്പോൾ ചുറ്റുപാടുമുള്ള ചെടികളെല്ലാം അവന്റെ വാർദ്ധക്യത്തിൽ കത്തി നശിച്ചു. മുത്തപ്പൻ അച്ഛന്റെ നേരെ നോക്കിയപ്പോൾ അമ്മ മകനോട് അല്ല, പ്രിയ മകനോട് കൈകൊണ്ട് കണ്ണുകൾ അടച്ച് എന്ന് അപേക്ഷിച്ചു. വെള്ളിക്കുന്ന നിങ്ങളുടെ തൃക്കണു ചൊരിയുന്ന സൗമ്യമായ രൂപം ധരിക്കൂ സിഡ് അമ്മ. അമ്പും വില്ലും ശക്തമായ ആയുധമാക്കി മുത്തപ്പൻ തന്റെ പരിവാരങ്ങളോടൊപ്പം ഒരു വലിയ നായാട്ടു നായ്ക്കളുടെ കൂട്ടവുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു. കുന്നത്തൂർ പടി എന്ന കുന്നിന്റെ നെറുകയിൽ അവർ എത്തി.
ഒരു ദിവസം മുത്തപ്പൻ ആൽമരം കയറി മോഷ്ടിച്ച് കള്ള് കുടിച്ചു. ഇതിൽ കുപിതനായ ചന്ദൻ തന്റെ വില്ലും ഇടുങ്ങിയതും എടുത്ത് മുത്തപ്പനെ ആക്രമിച്ചു. മുത്തപ്പൻ തന്റെ ദിവ്യമായ കണ്ണുകളാൽ അവനെ നോക്കി. അവന്റെ ശിഷ്യൻ ഉടൻ തന്നെ ഒരു കല്ലായി മാറി. പുല്ലുവെട്ടുന്ന ജോലി കഴിഞ്ഞ് മടങ്ങിവരാത്തതിൽ ചന്ദന്റെ ഭാര്യ പരിഭ്രാന്തരായി. തന്റെ ഭർത്താവിന്റെ സുഹൃത്തിനെ പരക്കി അന്വേഷിച്ച് അവൾ ഈന്തപ്പനയുടെ ചുവട്ടിൽ തടിച്ചുകൂടിയ ചന്ദനെ അവന്റെ മനുഷ്യരൂപത്തിൽ കാണായി. മനുഷ്യാകൃതിയിലുള്ള ചന്ദനെ കാണാൻ ഈന്തപ്പനയിലേക്ക് നോക്കി. ഈന്തപ്പനയിലേക്ക് നോക്കിയപ്പോൾ തന്റെ തലയ്ക്ക് ചുറ്റും ദിവ്യപ്രകാശം പ്രസരിക്കുന്ന കൃപയുള്ള ഒരു മഹാപുരുഷനെ അവൾ കണ്ടു. അയ്യോ എന്റെ മുത്തപ്പ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഒരു വന്യമായ നിലവിളി പുറപ്പെടുവിച്ചു. തന്റെ ഭർത്താവിനെ മനുഷ്യരൂപത്തിലുള്ള ഒരു പ്രതിച്ഛായയെ തിരികെ കൊണ്ടുവരുമെന്ന് അവൾ അവനോട് പ്രതിജ്ഞ ചെയ്തു. മുത്തപ്പൻ എന്ന വാക്ക് ആദ്യം ഉച്ചരിച്ചത് അദ്ദേഹത്തിന്റെ താഴ്ന്ന ജാതിക്കാരനായ ഭക്തനാണ്. എല്ലാ മടപ്പുരകളിലും മുത്തപ്പൻ കൊടുക്കുന്ന വഴിപാടുകളാണ് നേരത്തെ പറഞ്ഞിരുന്നത്. കുന്നത്തൂർ പടിയിൽ നിന്ന് നേരെ മുത്തപ്പൻ പോയത് പുരളിമലയിലേക്കാണ്. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പാവപ്പെട്ടവരെയും അധസ്ഥിതരെയും സംഘടിപ്പിച്ച് മുത്തപ്പൻ തന്റെ ജൈത്രയാത്ര തുടർന്നു. പാരാലീഗൽ ഭരണം നടത്തിയിരുന്ന ഒട്ടാവ രാജാവുമായി അദ്ദേഹം വാളുകൾ കടന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി തന്റെ ഭൂമി പിടിച്ചെടുത്തു. അവിടെ അദ്ദേഹം 308 മടപ്പുരകളും എണ്ണമറ്റ പൊടിക്കളങ്ങളും നിർമ്മിച്ചു. അതുവഴി രാജാവിന്റെ മേൽ തന്റെ ആധിപത്യം ശക്തിപ്പെടുത്തി. അദ്ദേഹം നിരവധി കളപ്പുരകൾ കൊള്ളയടിക്കുകയും ധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. തൊട്ടുകൂടായ്മയ്ക്കും ഒറ്റപ്പെടലിനും എതിരെ കലാപം നടത്തിയ അദ്ദേഹം ഹരിജനങ്ങളെയും വണ്ണാനെയും തീയകളെയും അങ്കോളക്കാരെയും സംഘടിപ്പിക്കുക മാത്രമല്ല, അവരെ പല ആചാരപരമായ കർത്തവ്യങ്ങളും നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം ഉയർന്ന ജാതിയിലുള്ള ബ്രാഹ്മണരെ വിളിച്ചുവരുത്തുകയും ആത്മീയ വിപ്ലവത്തിന് വിത്ത് പാകാൻ അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്തു. മുത്തപ്പന്റെ ആരാധനാലയത്തെ മടപ്പുര എന്നാണ് വിളിക്കുന്നത്. വടക്കേ മലബാറിൽ ധാരാളം മടപ്പുരകളുണ്ട്. പറശ്ശിനി മടപ്പുരയാണ് ഇതിൽ പ്രധാനം. ഇവിടെ തടിച്ചുകൂടുന്ന മുത്തപ്പൻ ഭക്തർക്ക് ചായയും ആവിയിൽ വേവിച്ച പേരയും ഒരു ചെറിയ തേങ്ങയും നൽകുന്നു. ഇവിടെ എത്തുന്ന എല്ലാ മുത്തപ്പൻ ഭക്തർക്കും ആശ്വാസവും സാന്ത്വനവും നൽകുകയും ദീപാരാധന എന്ന വിളക്ക് തെളിച്ചതിനു ശേഷം ഭക്തർക്ക് ചെറിയ മുത്തപ്പന്റെയും വലിയയുടെയും വിശുദ്ധ ദർശനം നൽകുകയും ചെയ്യുന്നു. പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം നടത്തുമ്പോൾ മുത്തപ്പൻ മടപ്പുരയിൽ പൂജ അല്ലെങ്കിൽ പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തിയെ മടയൻ എന്ന് നിയുക്തമാക്കുന്നു. മദ്യൻ എന്ന പദവിയിൽ ആദരിക്കുന്നവൻ എപ്പോഴും ഒരു തീയ സമുദായത്തിന്റെ തറവാട്ടിലെ മുതിർന്ന അംഗമാണ്. വണ്ണാൻ ജാതിയിൽപ്പെട്ട ആളുകൾ. പറശ്ശിനി മടപ്പുരയിലെ മട്ടപ്പന്റെ ചിത്രമാണ് കുണ്ടത്തിൽ തറവാടിന്റെ പിൻഗാമികൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. വളപട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞു ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഐതിഹ്യം അനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് മന്നനാർ അഞ്ചരമനയ്ക്കൽ മന്നനാർ രാജവംശം ആണ് മുത്തപ്പന്റെ ബാല്യകാലം. 2 അവിടത്തെ തികഞ്ഞ ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നോർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു ദിവസം തന്റെ പ്രിയ ഭക്തയായ പാടിക്കുറ്റിയമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി. പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ്. ഒടുവിൽ തന്റെ അവതാര ഉദ്ദേശ്യം വ്യക്തമാക്കി നാട് നീളെ നടന്നു. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനു വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നത്.